ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മെക് സ്റ്റുഡിയോ. IPL പൂരം തുടങ്ങാൻ ഇനി വെറും 6 ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്രേമികളെല്ലാം ഒരുപോലെ കാത്തിരിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് പൂരത്തിൻ്റെ പുതിയൊരു പതിപ്പിന് തുടക്കമാവുകയാണ്. അതിന് മുന്നോടിയായി നടന്ന IPL താരലേലം അടക്കം വളരെ ആകാംക്ഷാഭരിതമായി തന്നെയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ വരവേറ്റത്. അപ്പോൾ IPLൻ്റെ പുതിയൊരു സീസൺ എത്തുമ്പോൾ ശരിക്കും ഓരോ ടീമുകളുടെയും സ്വന്തം ആരാധകർ വളരെ ആവേശത്തിൽ തന്നെയാണ്. അപ്പോൾ നിലവിൽ വന്ന 2 അപ്ഡേറ്റുകളുമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി തന്നെ ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് മഹേന്ദ്ര സിംഗ് ധോണിയെക്കുറിച്ചാണ്. ചെന്നൈ നായകൻ മഹേന്ദ്ര സിംഗ് ധോണി 42-ാം വയസ്സിലും ഒട്ടും വീര്യം ചോരാതെ ചെന്നൈക്ക് വേണ്ടി കളിക്കുന്ന അവരുടെ സ്വന്തം നായകൻ കഴിഞ്ഞ സീസണിൽ ചെന്നൈ 5ാം IPL കിരീടം ഉയർത്തിയിരുന്നു. 6ാം IPL കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന് കൂടുതൽ ഉണർവുമായി നായകൻ മഹേന്ദ്ര സിംഗ് ധോണി നെറ്റ്സിൽ പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട്. അദ്ദേഹം നെറ്റ്സിൽ ബാറ്റിംഗ് പരിശീലനം നടത്തുന്നതിൻ്റെ ഒരു ഫോട്ടോയായിരുന്നു അത്. ശരിക്കും ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് കൂടുതൽ ആവേശം പകരുന്ന ഒരു വാർത്ത തന്നെയാണ് നായകൻ മഹേന്ദ്ര സിംഗ് ധോണി പരിശീലനം പുനരാരംഭിച്ചു എന്നുള്ളത്. ഒരുപക്ഷെ ഇത് അദ്ദേഹത്തിൻ്റെ അവസാന IPL സീസൺ ആയേക്കാം. എന്നിരുന്നാലും കൂടുതൽ ഉണർവോടെ 6ാം കിരീടം കൂടി തൻ്റെ ടീമിന് നേടിക്കൊടുത്തുകൊണ്ട് പടിയിറങ്ങാനായിരിക്കും ഇന്ത്യയുടെ ലെജൻഡറി താരം, ലെജൻഡറി ഫിനിഷർ മഹേന്ദ്ര സിംഗ് ധോണി ഇറങ്ങുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഡൽഹി ക്യാപിറ്റൽസിനെ കുറിച്ചാണ്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ ഡൽഹിയുടെ നായകൻ ഋഷഭ് പന്ത് കാർ ആക്സിഡൻറ്റിനെ തുടർന്ന് കളിച്ചിരുന്നില്ല. അതിനുശേഷം അദ്ദേഹം പല ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് നിലവിൽ അദ്ദേഹം ചെറിയ രീതിയിൽ പരിശീലനമൊക്കെ പുനരാരംഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം IPL 2024 ഡൽഹി ക്യാപിറ്റൽസിൻ്റെ നായക സ്ഥാനത്തേക്ക് വരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും പലതരം അവ്യക്തതകൾ വളരെ തുടരുകയാണ്. അതിനിടയിൽ ഒരു പോസ്റ്റുമായി ഡൽഹിയുടെ പരിശീലകൻ റിക്കി പോണ്ടിങ് രംഗത്ത് വന്നിരുന്നു. ഋഷഭ് പന്ത് ഫുൾ കോൺഫിഡൻസിൽ തന്നെയാണ്. താരം IPL 2024 ഡൽഹിയുടെ നിരയിലേക്ക് തിരികെ എത്തുമെന്നാൽ ക്യാപ്റ്റൻസിയിൽ താരത്തെ കാണാൻ സാധിക്കില്ല. ഒരു ബാറ്റ്സ്മാൻ്റെ റോളിലായിരിക്കും താരത്തെ കൂടുതലായും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. വിക്കറ്റ് കീപ്പറുടെ റോളിലും ഋഷഭ് പന്ത് ഡൽഹി നിരയിൽ കളിച്ചേക്കില്ല. ഒരു മെയിനായിട്ടും ഒരു ബാറ്ററുടെ റോളിൽ മാത്രമായിരിക്കും ഡൽഹി നിരയിൽ ഋഷഭ് പന്ത് വരാനിരിക്കുന്ന IPL സീസണിൽ ഉണ്ടാകാൻ പോവുക. ക്യാപ്റ്റൻസിയിൽ ഋഷഭ് പന്ത് വരുന്ന സീസണിൽ തുടരില്ല. പകരം ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള കഴിഞ്ഞ സീസൺ ഡൽഹിയെ നയിച്ച ഡേവിഡ് വാർണർ തന്നെയായിരിക്കും ഇത്തവണയും ഡൽഹിയുടെ നായകസ്ഥാനത്തേക്ക് വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഫിറ്റ്നസ് പൂർണ്ണമായും വീണ്ടെടുക്കാത്തതിനാൽ അല്ലെങ്കിൽ ഒരുപക്ഷെ വിക്കറ്റ് കീപ്പറുടെ റോളിലും ഋഷഭ് പന്ത് ഉണ്ടാകില്ല. മെയിനായിട്ടൊരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ്റെ റോളിൽ മാത്രമായിരിക്കും ഋഷഭ് പന്ത് വരാനിരിക്കുന്ന IPL സീസണിൽ ഡൽഹി നിരയിൽ കളിക്കുക എന്നതാണ് ഡൽഹിയുടെ പരിശീലകൻ റിക്കി പോണ്ടിങ് പറഞ്ഞിരിക്കുന്നത്. IPL തുടങ്ങാൻ ഇനി കേവലം 6 ആഴ്ചകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും ചെറിയ രീതിയിൽ മാത്രമാണ് ഇന്ത്യയുടെ യുവതാരം ഋഷഭ് പന്ത് പരിശീലനം ആരംഭിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും അദ്ദേഹത്തിന് ഒരു സ്പീഡി റിക്കവറിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.